പത്തരമാറ്റിൻ്റെ അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയുടെയും അവന്തികയുടെയും നിശ്ചയം നടത്താൻ പോവുകയാണ്. നിശ്ചയം നടക്കുന്നതിന് മുമ്പ് അത് മുടക്കാനായിട്ട് അനി മുത്തശ്ശനോടായിട്ട് എനിക്ക് നന്ദുവിനെ മാത്രമേ ഭാര്യയായിട്ട് കാണാൻ കഴിയുകയുള്ളൂ, അവളെ മാത്രമേ ഞാൻ ഇതുവരെ ആ ഒരു സ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ, ഇനി മറ്റാരെയും അങ്ങനെ കാണാൻ കഴിയില്ല. അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ മുത്തശ്ശനോട് പറഞ്ഞതാണ് ഇക്കാര്യത്തെക്കുറിച്ച്. ഇനി വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കുന്നതല്ലോ. അതുകൊണ്ട് ഇനിയും ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ ഭാര്യയുടെ സ്ഥാനം അത് നന്ദുവിന് മാത്രമാണ്, അത് നിങ്ങളെല്ലാവരും ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ആദർശനും മുത്തശ്ശനും നമ്മുടെ നയനയ്ക്കൊക്കെ സങ്കടമാവുന്നുണ്ട്. അതേസമയം നമ്മുടെ അവന്തികയാവട്ടെ അനി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നിശ്ചയത്തിനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങോട്ട് പോയതിന് ശേഷം അവന്തിക ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് നാഗേന്ദ്രനെ ഫോൺ ചെയ്യുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ കാര്യങ്ങൾ, നിശ്ചയം വല്ലതും നടക്കുമോ? അങ്ങനെയൊക്കെ നടന്നതിന് ശേഷം വേണം എനിക്ക് നെളിഞ്ഞ് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്, എന്താ പാട്, ഒക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ നിശ്ചയം നടക്കാൻ പോവുകയാണ് അച്ഛാ, ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഇന്ന് അനി എൻ്റെ കയ്യിൽ മോതിരമണിയും, ഇനി എല്ലാ അധികാരവും എനിക്ക് അനിയേട്ടൻ്റെ അടുത്ത് എടുക്കാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അച്ഛൻ വരുമോ, അച്ഛൻ എല്ലാവരെയും ഞെട്ടിച്ച് വരണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഇന്ന് അച്ഛൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് സമയമായിട്ടില്ല മോളെ, അച്ഛൻ അങ്ങോട്ട് വരും, അതിനുള്ള സമയമാവട്ടെ, ഇപ്പോൾ വന്നാൽ ഒന്നും നടക്കത്തില്ല, ഇപ്പോൾ നിശ്ചയമല്ലേ നടന്നത്, അത് വേണ്ടാന്ന് വെക്കാൻ എല്ലാവർക്കും കഴിയുമല്ലോ എന്നൊക്കെ പറയുകയാണ് നാഗേന്ദ്രൻ. അങ്ങനെ അച്ഛൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് അച്ഛൻ എന്നിൽ ആ ഒരു കാര്യം അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് അനിയേട്ടനെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഈ വീട്ടിലെ വളരെ സുഖത്തോടു കൂടി എനിക്ക് ജീവിക്കാൻ കഴിയും, അതൊക്കെ അച്ഛൻ കാരണമാണ് എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ നയനയും ആദർശും അങ്ങോട്ടേക്ക് വരുന്നത്. നയനയും ആദർശും വരുന്നത് അനിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. ആ ഒരു സമയത്താണ് നാഗേന്ദ്രനെ ഫോൺ ചെയ്യുന്നത് അവർ കാണുന്നത്. അങ്ങനെ അച്ഛ എന്നും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ട് ആകെ ഒരു ഞെട്ടലോടെ നയനയും ആദർശും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കുകയാണ്. എന്നിട്ട് ആദർശ് നയനയെ തടഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, അവൾ കാര്യമായിട്ട് ആരോടോ സംസാരിക്കുകയാണ്, ആ നാഗേന്ദ്രനോടാണെന്നാണല്ലോ തോന്നുന്നത്, അച്ഛ അച്ഛ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവൾക്ക് അവനുമായിട്ട് ബന്ധം ഉണ്ടല്ലേ എന്നൊക്കെ പറയുകയാണ് ആദർശ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇതൊക്കെ എന്തൊക്കെയോ ചതിയാണ്, അനി വീണ്ടും പെടാനുള്ള പ്ലാനാണ്, ആ അനാമികയെ പോലെ ആണെന്ന് തോന്നുന്നു ഈ അവന്തിക, അതാണല്ലോ മറഞ്ഞിരുന്ന് അച്ഛനെ വിളിക്കുന്നതും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും, അതുകൊണ്ട് ഈ നിശ്ചയം നമുക്ക് നടത്താൻ അനുവദിക്കരുത് ആദർശേട്ട എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആദർശ് പറയുന്നത്, ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, എന്തായാലും ഈ നിശ്ചയം ഞാൻ മുടക്കും, ഇത് ഞാൻ നടത്തത്തില്ല, അങ്ങനെ അവൾ സുഖമായിട്ട് വാഴാമെന്ന് വിചാരിക്കേണ്ട, അനിയെ ചതിച്ചുകൊണ്ട് ഒരുത്തിയെയും ഞാൻ വാഴാൻ അനുവദിക്കില്ല, കാരണം അവൻ ഒരുപാട് ആ അനാമികയെ കൊണ്ട് അനുഭവിച്ചു, ഇനിയും അവനെ ഇങ്ങനെ തീ തിന്നാൻ വിടാൻ അനുവദിക്കാനാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും നമ്മുടെ നയന പറയുന്നുണ്ട്, ആദർശേട്ടന് എന്ത് ചെയ്യാൻ കഴിയും, ഈ നിശ്ചയം ഇങ്ങനെ നടക്കുകയല്ലാതെ ഇത് മുടക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും വേണ്ടില്ല, ഇന്ന് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഈ നിശ്ചയം ഞാൻ മുടക്കിയിരിക്കും എന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇത് മുത്തശ്ശൻ്റെ തീരുമാനമല്ലേ, അത് മാറ്റാൻ നമ്മളെ കൊണ്ട് ആവില്ല ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് നയന.